മറ്റൊരു സുഹൃത്തുക്കളിൽ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു വിഷനായ ലോക്കി ക്രാഫ്റ്റ് എന്നൊരു ഗെയിമാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശമൊക്കെ ഇപ്പോൾ കളിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബേസിൻ്റെ ഒരു പരിപാടിയാണ്. പിന്നെ ഇതൊരു കാര്യം പറയാൻ കഴിച്ച് ഞാൻ ക്രിയേറ്റിവിറ്റിയിലാണ് കേട്ടോ കളിക്കുന്നത്. നമുക്കൊന്ന് കളിച്ചൊന്ന് പരിശീലനം നേടണ്ടേ. ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ, ഡയമണ്ട് പിക്കാക്സ്. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, മറ്റേ ആർമറെല്ലാം കൂടെ വെക്കാനൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടുപിടിക്കുന്നവർ ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് ഈ കല്ലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്നത് നെതറൈറ്റ് ആർമറാണ് കേട്ടോ. അതായത് മൈൻക്രാഫ്റ്റിലെ ഏറ്റവും വില കൂടിയ ആർമർ എന്നൊക്കെ പറയാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ആ ഫ്ലോറിലെ കുറച്ചും കൂടെ വലുതാക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പതുക്കെ പോകത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഡബിളി അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. നമ്മൾ കൈ എടുത്താലും ശരി അത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വയ്ക്കൊണ്ടേയിരിക്കും. മൊത്തം ലാഗ് അടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഒരു തവണ ഞെക്കുമ്പോൾ 2 കല്ല് കിട്ടും. സ്റ്റോൺ ആണെങ്കിൽ ഒരെണ്ണേ കിട്ടും. ഓക്കെ ഗൈസ്, നമ്മളിനി സ്റ്റോണേജ്, അതായത് നമ്മുടെ പെട്ടി മുറിക്കാൻ തുടങ്ങിയിട്ട് ഇനി സ്റ്റോണേജിലോട്ടാണ് പോകുന്നത് തോന്നുന്നു. ഇവിടെ സ്റ്റോമ്പി പിടിച്ച് പൂട്ടിയിടും. ശേഷം ഇവിടെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെസ്റ്റുകളൊക്കെ വെക്കാം. ഇങ്ങനെ ഇങ്ങനെ കല്ലല്ലോ, ഡേർട്ടല്ലേ. ഓക്കെ ഗൈസ്, നമുക്കിനി നമ്മുടെ പരിപാടി തുടങ്ങാം. E4 ഇൻവെൻ്ററി. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്നൊക്കെ ഞാൻ കളിങ്ങാത്തൊന്നുമില്ല. നമുക്കിനി വേണ്ടതൊക്കെ ഉണ്ടാവും ഗൈസ്. എത്ര വെപ്പൺസ് നമ്മൾ ഇരിപ്പുണ്ട്. നമുക്ക് ഹോമിനകത്ത് കയറിയിട്ട് ഈ ഒരു വെപ്പൺ സ്റ്റാൻഡ് ഇവിടെ അതാണ്ട് കിടക്കുന്നത് ഗൈസ്. നമുക്ക് ഈ ആർമർ സ്റ്റാൻഡ് എടുത്തിനോട്ട് വെക്കുക. ശേഷം കുറച്ച് ആർമറെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ തലയിലോട്ട് ഇടുക. ഓക്കെ ബ്രോ, ലെഫ്റ്റ് അടിക്കൂ. ഓക്കെ, ജസ്റ്റ് ഓക്കെ. ശേഷം ഈ അടിക്കൂ. 1 2. ഇതെല്ലാം എന്നെ നോക്കിയിരിക്കുള്ളൂ. രാത്രി പഠിക്കാൻ പറ്റുന്ന ഒരു വരുമ്പോൾ പ്രേമം അത് ശരിയാണേ. നോക്കാം. സ്ഥലം നെഹിഹേ ആണ്, നമ്മൾ കളയത്തിൽ കാണാം. ഓക്കെ, ഇത്രയും പോരെ. ഇത്രയും ഒട്ടിച്ചാൽ ശരിയാവില്ല. പൊട്ടിക്കോ പറ്റില്ല. പൊട്ടിക്കോ. ബ്രോ, ഈ സാധനം വെച്ചാൽ പൊട്ടിക്ക് വെക്കത്തില്ല കേട്ടോ. എൻ്റെ പിക്കാക്സ് അടിച്ചുകൊണ്ട് പോയി. എന്തായാലും അവൻ്റെ ഡയമണ്ട് പിക്കാക്സ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ ഡയമണ്ട് ആർമറും ഉടുപ്പും ഇട്ട് കൊടുക്കാം. ആദ്യമേ ഡയമണ്ട് തൊപ്പി, എമറാൾഡിൻ്റെ ഉടുപ്പൊക്കെ ഞാൻ ഇട്ടേക്കും. എമറാൾഡ് അല്ല, എന്തുവരുന്നു, നെതറൈറ്റ്, അത് തന്നെ നെതറൈറ്റിൻ്റെ ഉടുപ്പ് നിക്കറും ഒക്കെ ഞാൻ എടുത്തിട്ടു. അയ്യോ, ഞാൻ നെതറൈറ്റ് എടുക്കരുത്. ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ നിക്കറ്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കാം. നിക്കർ എടുത്തില്ല. എന്തിയുടെ നിക്കറ്? നിക്കർ താഴെയല്ലേ. ഡയമണ്ട് ലെഗിൻസ്, പിന്നെ എന്തുവാ, ചെരുപ്പ്. പിന്നെ ഓരോന്നിനും ഓരോ ഷീൽഡിനും കൂടെ കൊടുത്തേക്കാം. മാസാവട്ടെ. എൻ്റെ പിക്കാക്സ് എല്ലാം ഞാൻ എടുത്തേ. ഒരു സോഡും കൂടെ കൊടുക്കാം, എൻജോയ് ചെയ്യട്ടെ. ഒരു കാര്യം ചെയ്യാം, സോഡ് എടുത്തു. ഓക്കെ, സെറ്റ് ഗൈസ്. നമുക്ക് ഇനി ഇതെടുത്ത് ഇവന് കൊടുക്കണം. ആഹാ, ഇപ്പം പോയി. ഒരടി കൊടുത്തപ്പോഴേക്കും ആൾ സ്പോട്ടിൽ പോയി. അങ്ങനെ വെക്കൂ. ശേഷം എക്യൂപ്പ് ചെയ്യാത്തൊന്നും ഇല്ലല്ലോ ബ്രോ, ഞാനെന്തോ ഈ എല്ലാം എടുത്തു. അപ്പോൾ സുഹൃത്തുക്കളെ, ചെറിയൊരു സംഘടനകളെ പറ്റി പോയി സാറേ. നമുക്ക് എന്തായാലും നമ്മുടെ ആദ്യമേ ഹെൽമെറ്റ്. എടേ, ഇതെന്ത് തേങ്ങ, അങ്ങനെ ഏത് ഇട്ട് കൊടുക്കുന്നത്? വെക്ക് ബ്രോ. എക്യൂപ്പ്. ഇത് വെച്ചിട്ട് നമുക്ക് എക്യൂപ്പ് ആക്കണമെന്ന് തോന്നുന്നു. കണ്ടോ, നിക്കറെടുക്കുന്നു, എക്യൂപ്പ്. ഇതെടുക്കുന്നു, എക്യൂപ്പ്. ഡയമണ്ടിൻ്റെ നമ്മുടെ നിക്കറിൽ ചെരുപ്പ്, എക്യൂപ്പ്. ശേഷം ഒരു കയ്യിൽ എക്യൂപ്പ്, മറ്റേ കയ്യിൽ
സോഡ് എടുക്കാൻ ഒക്കത്തില്ലേ? കൊടുക്കുന്ന അവിടെ. ആഹാ ശുഭം. ഇത് വല്ലാത്തതാണല്ലോ. ഒരു കാര്യം പൊന്നു തമ്പി, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മറ്റാം. ഓക്കെ, നേരാക്കൂ. ഇനി ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യും. ആർക്കെങ്കിലും ഒക്കെ എടുത്തോ, അവനെങ്കിൽ അവൻ എന്നെടുത്തോ. ഇതും എടുത്തോ. എനിക്ക് ഇത് വെക്കുന്നതിന് മുമ്പിട്ട് വെക്കൂ. നമുക്ക് ആദ്യം ഈ ടൂൾസ് കയ്യിൽ കൊടുക്കാം. എക്യൂപ്പ് ശേഷം ഒരു ഷീൽഡിൽ വെച്ചോ. എക്യൂപ്പ് ചെയ്തോ. അയ്യോ, ഇപ്പോൾ അപ്പുറത്തെ കയ്യിലില്ല ഷീൽഡ്. സോഡിച്ചിരി പണിയാണ്. ആദ്യമേ ഈ ഒരു സോഡ് എടുക്കുക, എക്യൂപ്പ് ചെയ്ക്കുക. പിന്നെ ഇപ്പുറത്തെ കയ്യിൽ എടേ. അപ്പോൾ ഇതെന്തി ഷീൽഡ് പോയാ? പോന്നെങ്കിൽ പോട്ടെ. ഓരോത്തിൻ്റെ ഫുൾ സെറ്റ് സാധനം. ഡയമണ്ടിൻ്റെ ബൂട്ടിടാൻ സ്ഥലമില്ലേ? ബൂട്ടിടാൻ സ്ഥലമില്ലേ ഗൈസ്? കാര്യം ചെയ്യും. ഇത് കാലത്തേക്കാണെങ്കിൽ ബൂട്ടെടുത്ത് ഇതിനോട്ട് കൊടുക്കും. നീ വെച്ചോ. ഒക്കത്തില്ലേ? നമുക്ക് ഈ ഒരു ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു ഇതെടുത്ത് വെക്കാം. എന്ത് വരുന്ന ചെസ്റ്റ് എവിടെ? ചെസ്റ്റ് പ്ലേറ്റ്. ഇത് മതി. ജസ്റ്റ് ഓപ്പൺ. നോ വാട്ടർ ജസ്റ്റ് തന്നെ മതി. ഇതെടുക്കൂ, ഇങ്ങോട്ട് വെക്കൂ. സെറ്റ് ഗൈസ്. ഇനി ബാക്ക് പോകൂ. ഇതെടുക്കൂ, ഫ്രണ്ടിലോട്ട് വെക്കൂ. ഇത് തുറക്കൂ. ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ബൂട്ട് വെക്കുന്നു. ബൂട്ടെടുക്കുക, ബൂട്ട് വെക്കുക. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ശേഷം നമുക്കെന്നാൽ ഈ ആർമർ മൊത്തം ഒന്നും കഴിഞ്ഞാൽ വെച്ചേക്കാം. എന്തിനല്ലേ, ഇരിക്കട്ടെ. അത് ചെരുപ്പല്ല വെച്ചു. പിന്നെ നമുക്ക് ഫുൾ സെറ്റ് ഇതും കൂടെ വെച്ചാൽ ടൂൾസും കൂടെ ഒരു കാര്യം ചെയ്യാൻ കഴിച്ചു. നമുക്ക് പോയിട്ട് ആ ടൂൾസ് 2 സോഡുണ്ട്. ഒരെണ്ണം എൻ്റെ ഇരിക്കട്ടെ, ഒരെണ്ണം വേണ്ടി കൊടുക്കാം. ചിലപ്പോൾ പൊട്ടിപ്പോയാലോ. എന്തായാലും ഞാൻ തന്നെ എടുക്കും. പിന്നെ അതുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെ വാരിക്കോരി സാധനങ്ങൾ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ പക്ഷെ പ്രകാശം വേണ്ടേ? അല്ലെങ്കിൽ ഇട്ടത്ത് കണ്ണും തപ്പി അടക്കേണ്ടി വരും. കണ്ണും തപ്പി അല്ല, എന്തായിരുന്നു വെട്ടം തപ്പി അടക്കേണ്ടി വരും. എന്തായാലും ഞാൻ സാധനം വെച്ചാൽ ശുഭം. ഇവിടെ 2 കൂട്ട കേട്ടോ. വാവ്, പ്രകാശം. ഓക്കെ ഗൈസ്, സെറ്റ്. നമുക്ക് ഇനി വേണ്ടത് ടൂൾസ് അല്ലേ? നമുക്ക് ടൂൾസ് എടുത്തുകൊണ്ടുവരാം. ടൂൾസ് ആൻഡ് ആർമർ ഇവിടെ. ശേഷം സോഡുണ്ട്. നമുക്ക് ഇനി വേണ്ടത് കണ്ടോ, നമ്മുടെ ആക്സൂട്ടൻ ഇവിടെ വരട്ടെ. ആക്സൂസ് ഡയമണ്ട് ആക്സ് ഇങ്ങ് വരൂ. ശേഷം പിക്കാക്സ് കൊടുത്തിട്ടില്ലല്ലേ, ഇരിക്കട്ടെ. ഡയമണ്ട് പിക്കാക്സ് ബ്രോ വെച്ചു. ശേഷം ഇനി മറ്റേ ഷവൽസ്. ഓക്കെ, ഷവൽസിനകത്ത് നമ്മുടെ ഡയമണ്ട് ഇരിക്കുന്നു. ഡയമണ്ട് കാണാൻ കൊള്ളാമെന്നേ ഉള്ളൂ. ഡാമേജൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിന് തന്നെ കേട്ടോ, നെതറൈറ്റിന്. പക്ഷെ നെതറൈറ്റിന് ഒരുമാതിരി മറ്റേ തുരുമ്പിച്ചതിൻ്റെയൊക്കെ കളറാണ്. പക്ഷെ സാധനം സീനാണ്. ഓക്കെ, ഇവിടെ ഇത് വെക്കുന്നു. ഓക്കെ, സെറ്റ്. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യൂ. സോറി, ഞാൻ വെറും കൈ കൊണ്ട് പോയി. ഞാൻ നെതറൈറ്റിൻ്റെ ഹോളാണോ എടുത്തത്? സോറി കേസ്, ഞാൻ നെതറൈറ്റിൻ്റെ ഹോളാണ് എടുത്തോണ്ട്. എവിടെ ഓപ്പൺ ചെയ്ത എക്യുപ്മെൻറ്റ്സ്? ഇവിടെ ഹോൾ ആണ്ടത്. ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതാണ്ട് കിടക്കുന്ന ഡയമണ്ട്. ഏകദേശം ഞാനെടുത്തത് എമറാൾഡ്. എമറാൾഡ് പോലും എവിടെ
മാറ്റിയോ? ഡയമണ്ട് ഹോളാക്കി സെറ്റ്. ഇതൊക്കെ പോകൂ ബ്രോ. ശേഷം ഈ ഡയമണ്ട് ഹോൾ എടുക്കൂ. ഹോൾ വേണ്ട. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ചെസ്റ്റ് പ്ലേറ്റ് കഴിഞ്ഞ അടുത്ത സാധനം ഷവൽ. അറ്റാക്ക് ഷവൽ വെച്ച് അടിക്കുക വെക്കൂ. തൂമ്പ വരെ അടിയും. പിന്നെ കുന്താലി, നമ്മുടെ സ്വന്തം പിക്കാക്സ്, പിന്നെ സൗവൽ. സെറ്റ് കേസ്. അപ്പോൾ ഈ ആർമർ ഫുള്ളും നമ്മുടെ ഡയമണ്ട് ആർമർ ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമുക്കിനി അടുത്ത ആർമർ, അയൺ ആർമർ ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് റിച്ച് ആയത് മതി. നോക്കട്ടെ, ഒരു കാര്യം ചെയ്യാം. നമുക്കിനി ഡയമണ്ട് എടുത്തില്ലേ നമ്മൾ? എന്നാൽ നമുക്കിനി ഗോൾഡ് ആർമറും നെതറേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ശരി. നമുക്കിനി ഗോൾഡ് ആർമർ എടുക്കാമെന്നാ. ആദ്യമേ ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ ഹെൽമെറ്റ്. ശേഷം ഇവിടെയൊക്കെ ബാക്കി ഹെൽമെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗോൾഡ് ഗോൾഡിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ ലെഗിങ്സ്, ശേഷം ഗോൾഡിൻ്റെ ചെരുപ്പ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും മറക്കരുതേ. നല്ല സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് പോകേണ്ടി വരും. കുറച്ച് സൈഡോട്ട് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ആരോ വന്നതുപോലെ. ഓക്കെ, ശിവനെ, ഇത് വെച്ച സൗണ്ടാണോ അത്? നമുക്ക് ഗോൾഡിൻ്റെ ആദ്യമേ ഈ ഒരു സാധനം എടുക്കുന്നു, ഫ്രണ്ടിലോട്ട് വെക്കുന്നു. ഓക്കെ, സെറ്റ്. നമുക്ക് ഈ ആർമറെല്ലാം കൂടെ വാരി ഞാൻ തൊട്ട് വെക്കാം. അപ്പം എനിക്കായിട്ട് നമുക്ക് ആ ബൂട്ട് എടുത്ത് അപ്പുറത്ത് വെക്കാൻ പറ്റുമല്ലോ. എന്തോ ഇങ്ങനെ. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിനി പോയിട്ട് ടൂൾസ് എടുക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിനി നമ്മുടെ ഇതും എടുക്കാം, ടൂൾസ്. ഈ അടിച്ച് ബ്രോ. ഓക്കെ, give me my tools dude. Okay, this diamond, sorry, gold sword. Next, gold axe, golden axes. എടുക്കൂ. ഗോൾഡ് ആക്സ് വരൂ തമ്പി. പൊന്ന് ആക്സ് കൂട്ടാ, ഒന്ന് വരൂ. നിന്നെ ഞാൻ കരഞ്ഞ് കാല് പിടിക്കില്ല, നിന്നെ കരയാതെ ഞാൻ കാല് പിടിപ്പിക്കും, അറിയണോ? വേണ്ട. അടുത്ത് നമ്മുടെ സ്വന്തം കുന്താലി. നമ്മളേതാ? ഡയമണ്ട്. എടാ, എൻ്റെ ഈ ആക്സ് പിന്നെ ഇറങ്ങി ഓടിയോടെ. നീ വെക്കടേ. ഈ ആക്സിന് ഞാൻ കൊടുക്കും. എടാ, എൻ്റെ കുന്താലി ഇറങ്ങി ഓടി. എൻ്റെ ഇത് കാണിക്കുന്നതിലേക്ക് ഒന്നും കാണാൻ വയ്യ, അറിയാം. ഇനി വെക്ക്. ഇനി നീയൊക്കെ എങ്ങനെ ഓടുന്നതെന്നൊന്നും അറിയാം. വാ ബോ, നല്ല കാര്യം. പിന്നെ ഷവൽ വരുന്നു. എഴുതി കാണിക്കൂ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ കേസ് നമുക്ക് ഹോൾ എടുക്കാൻ പറ്റില്ല. ഹോൾ ഞങ്ങളുടെ ഉപയോഗമില്ല. അല്ല, ഹോളല്ലേ കുന്താലി? സൗണ്ട് ഇല്ലല്ലോ, എന്തു പറ്റി? ഞാൻ സൗണ്ട് അങ്ങോട്ട് മ്യൂട്ട് വെച്ചേക്കുന്നു. വെച്ച് സൗണ്ട് ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. ശബ്ദവർദ്ധനവ്. ശബ്ദം കുറവായിരുന്നല്ലേ. ഓക്കെ, ഇപ്പോൾ സെറ്റ്. ഇപ്പം ഇനി ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ച് പേടിച്ച് വരുന്നുണ്ട് സൗണ്ട് കേട്ട്. നമ്മുടെ ആർമറൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ വേടേ കുന്താലി. അല്ല ഗൈസ്, സൗണ്ട് ഇല്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്,
നീണ്ട നേരത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മൾ പിന്നെ ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്താണെന്നൊന്നും അറിഞ്ഞു. ആ ഇതാരാ തവളാച്ചി. എന്തായാലും സുഹൃത്തുക്കളെ, ഇപ്പോൾ എല്ലാവരും സാംസ്കാരികയിലെ മറ്റൊരു സുഹൃത്തുക്കളെ അവർക്ക് സ്വാഗതം. അത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ഇത് ഞാൻ സത്യം പറഞ്ഞ ആദ്യം പറയുന്ന ഡയലോഗായിരുന്നു, പക്ഷെ ഞാൻ എപ്പോഴാണ് പറയുന്നത്. നമുക്ക് സൗണ്ട് കൊണ്ടു നോക്കാം. ഓപ്പൺ. ബ്രോ, വാട്ട് ഹാപ്പൻഡ്? ഓ, ഒരു കാര്യം ചെയ്യും. ഓ ഗൈസ്, വി ആർ ബാക്ക് എഗെയിൻ കേട്ടോ. നമുക്കിതിലും ശബ്ദ തരംഗങ്ങൾ ഉണ്ടോയെന്ന് ചർച്ച ചെയ്യണം. ആഹാ, ശുഭം. ഇങ്ങനത്തെ സൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ ഗൈസ്. റെക്കോർഡ് ആൾക്കൊക്കെ ഉള്ളത് പറയാമല്ലോ, ഇങ്ങനത്തെ ആ സാധനം ഇല്ല. കണ്ടോ, ഇതിനകത്ത് സൗണ്ട് ഇല്ല ഗൈസ്. എൻ്റെ സൗണ്ട് കേൾക്കാൻ എനിക്ക് മനസ്സിലാവുമായിരിക്കും ചിലപ്പം. അയ്യോ, എന്തായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എല്ലാം വെള്ളത്തിലായിപ്പോയി. സൗണ്ട് കൂട്ടാം. ഇപ്പോഴും 40. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്ത്. അതുകൊണ്ടോ സൗണ്ട് ഇല്ല. നമുക്കൊന്നല്ലേ ബാക്ക് പോയിട്ട് നമുക്കൊന്ന് സൗണ്ട് ഉണ്ടോ എനിക്ക്. Oh my god, what is this bro? ആ സൗണ്ടൊക്കെ ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രശ്നം? അപ്പോൾ സുഹൃത്തുക്കളെ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാം. എന്തായാലും നമ്മളിവിടെ 2 ആർമർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആർമർ സ്റ്റാൻഡും കൂടെ വെച്ച് നമ്മുടെ നെതറേറ്റ് ആർമറിൻ്റെയും കൂടെ സെറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോഴേ അത് സെറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് എൻ്റെ ആർമർ ഞാനതിപ്പോൾ ഇട്ടേക്കുവാണ്. എന്തായാലും ഒരിതും കൂടി വിളിച്ചേക്കാം. വെക്കൂ. ഓക്കെ, ഇപ്പം അത് രണ്ടും കൂടി ഒരു ചെസ്റ്റ് ആയിരിക്കുന്നു. വാവ്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്നല്ലേ ഞാൻ ഇവിടെ നിന്ന് വലിഞ്ഞ് മോലോട്ട് കയറട്ടെ. ഓക്കെ, കമോൺ, ഫ്രണ്ടിട്ട് പോകും ബ്രോ. ഓ, നമ്മൾ ഒറ്റയ്ക്ക് പുറമേ കയറി. പിന്നെയും പോയോ? ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് രാത്രിയായേ. സൗണ്ട് ഇല്ലാതെ കളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം കാണും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. പക്ഷെ എന്ത് ചെയ്യാനാ, ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്ത് പോയി തീർക്കാതെ ഇരിക്കാൻ പറ്റുമോ? ഓ, ഇത് വലിയായി വലിയ ഭയങ്കര. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സൈഡിലോട്ട് തന്നെ ഇതങ്ങ് പോകും. ഭയങ്കര വലിയതിൽ. ആ കണ്ട പോകുന്ന പോക്ക് കണ്ടോ. ഇനി മകനെ പതുക്കെ പോകൂ. ഇനി നമുക്ക് നമ്മുടെ 5th ഫോം. അപ്പോൾ ഇരിക്കുന്ന ഒരു കോഴിയാണ് ഞാൻ. കോഴിയോ താറാവോ ആരാന്ന് പറഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, എന്നെ ഇഷ്ടപ്പെട്ടോ? ഓഹോ, ഇഗ്ലൂവിനുള്ളിൽ ജീവിക്കുന്ന നീല നിറമുള്ള നെതറേറ്റ് ആർമർ ധരിച്ചിട്ടുള്ള ഒരു ജീവിയെ കണ്ടാൽ അടിച്ചു കൊല്ലുക. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏകദേശം ഇവിടെ നൈറ്റ് ആവറായി. പുറകിൽ എന്തോ ഒരു വസ്തു. എന്തത്? ആമ. ലാമ. സുഹൃത്തുക്കളെ, നമുക്കൊന്ന് ലാമയുടെ മുണ്ടയ്ക്ക് റെഡിയും. ലാമ തുപ്പും, നമ്മൾ കൂടിപ്പോവും. ഓക്കെ ഗൈസ്, എൻ്റെ സോഡിനെ ഞാൻ കയ്യിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ഇനി ഡോർ അടച്ചോ. സോഡിനെ കാണുന്നില്ലല്ലോ അവിടെ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഡോർ അടച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ച് ഫൈറ്റ് എടുക്കണം ഗൈസ്. ഓക്കെ, ഇവിടെ മഞ്ഞം കണ്ട് പെയ്തു. ഓ, ഞാൻ സ്വിച്ച് കയറി മാറ്റി. ഓ, ഞാൻ ഈ കയറി. പ്രശ്നമില്ലല്ലേ, കളിക്കാൻ വരും. സാരമില്ല, പോട്ടെ. സോറി. നമുക്കതൊരു കാര്യം ചെയ്യാം, ഫെൻസ് കൂടെ അങ്ങ് പണിയാം. എന്തിൻ്റെ ഫെൻസ് ഇത് ബ്രോ? ഓക്കെ, ഗെയിം മൊത്തം കളിച്ച.
നെതറൈറ്റ്. ആഹാ, ചെറിയൊരു ചുമയുണ്ട്. ചുമയല്ല, തുമ്മല്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും നേരം എനിക്ക് തോന്നുന്നത് രാത്രിയായിരുന്നു എന്നാണ്. അപ്പം നമ്മൾ വളർക്കേണ്ട കണ്ടോ പതുക്കെ 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 ബാക്ക് 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 കണ്ടോ ഇടിച്ച്. ഓക്കെ, ഓവരെ കിട്ടി. ഇനി നമ്മൾ എപ്പോഴും പതിയെ വേണം അതാണ്ട് ബാക്കിലോട്ട് പോകുന്നു. പതിയെ ഞാൻ ചെയ്യൂ, ശേഷം പതിയെ നടക്കൂ. അതുവഴി കൂടെ ട്രൈഡർ നടന്നു പോകുന്നുണ്ട്. ഇന്ന് ആഹാരമൊന്നും ലഭിച്ചിട്ടില്ല, ഇന്നലെ ആഹാരം കഴിച്ചിട്ടില്ല. നമുക്ക് പതിയെ പതിയെ നടക്കാം. ഞാനിതിലെ സൗണ്ടിനെ മിസ് ചെയ്യുന്നു സുഹൃത്തുക്കളെ. ബ്രേക്ക് അടിച്ചേറി. സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ നെതറൈറ്റിൻ്റെ ഈ ഒരു സാധനം എന്താ ഞാൻ വരെ ഒന്ന് കിട്ടിയല്ലേ. ഓക്കെ, കമോൺ ഗൈസ്. Wait here, bro. Here. No, go. Break. Okay. ഞാൻ ഈ കാണുന്നത് ഒരു പെർഫെക്റ്റ് സ്ഥലമാണ് അല്ലേ? ഇപ്പുറത്ത് വെള്ളമാണില്ലേ? ചാടിപ്പോയാൽ എണീച്ച് ഇവിടെ നമുക്കൊരു സാധനം വെക്കണം. ആ സാധനം എടുത്തിട്ട് തരാം. എവിടെയാണെന്നൊരു കഴിച്ചിട്ട് തരുമില്ല. എവിടെയാണോ? ഇങ്ങനത്തല്ല. അല്ല ഗൈസ്, നമുക്ക് ഇങ്ങനത്തെ ഈ സാഡിൽ വെച്ച് ഇതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാമോ? വാവ്, അല്ല എന്താ എന്തെടുക്കാനും ഈ സാധനം നമുക്കത് ഈ ബാണക്കോണ സുഹൃത്തുക്കളെ എന്താണെന്ന് അറിഞ്ഞൂടെ, പക്ഷെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ എടുത്ത് വെക്കാൻ വിചാരിച്ചത്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ ബാണക്കോണ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ബാണക്കോണ ഞാൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശിവനെ, ഇങ്ങനെയുണ്ടോ ഈ ഭ്രാന്തൻ? ഉണ്ടല്ലോ, ആ ഭ്രാന്തല്ലേ ഈ ഭ്രാന്തൻ. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പണി, അതായത് നമ്മൾ ചെയ്യാമെന്ന തൊഴിലിലേക്ക് കടക്കണം. അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് ലവ്മയിൽ എനിക്ക് തൊട്ട് ബ്ലും എന്ന് പറഞ്ഞ് കഥകളി കളിക്കും. ബ്രേക്ക് തടേ. ഡിയർ വാഴ, പ്ലീസ്. ഓക്കെ ഗൈസ്, നമുക്കിത് പതിയെ വെക്കാം. എന്തോ ഒരു കമ്പ് വെച്ചത് തെറ്റി. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും പതിയെ ഫ്രണ്ടിലോട്ട് പോകും. ആർമർ സ്റ്റാറ്റ് ഇല്ല ബ്രോ ഇവിടെ. നമുക്ക് നമ്മുടെ സാധനം, അതായത് 2, 4, 6, 5 ഫ്രണ്ട് യൂട്ടേൺ. ഒക്കെ സുഹൃത്തുക്കളെ, നമുക്ക് അടുത്തത് എനിക്ക് തോന്നുന്നു. പൊന്നി ചങ്ങായി ഒന്ന് അടങ്ങ്. എന്തൊക്കെയോ ചെറുതായിട്ട് എനിക്ക് കേൾക്കാം. ഒന്ന്